ടെക്ഹാക്വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു MS സ്ക്വയർ റോഡ് ഉപയോഗിച്ചിട്ട് ജനലിൻ്റെ ഗ്രിൽസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ എത്ര അളവ് കുറച്ച് വെക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം, ഏത് അളവിൽ ചെയ്യണം, കാർപ്പൻറ്റേഴ്സ് തന്ന അളവിൽ എത്ര കൂട്ടി വെക്കേണ്ടതുണ്ട് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ളത് തന്നെ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. അധികം സംസാരിച്ച് കാട് കയറുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ജനൽ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ഒരു മോൾഡ് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു അച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ പീസ് ഉണ്ടെങ്കിൽ എല്ലാ അളവും എല്ലാത്തിൻ്റെയും എല്ലാ ഭാഗവും ഒരുപോലെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു അച്ചുണ്ടാക്കിയെടുക്കണം. അപ്പോൾ അച്ചുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നീളം മുറിച്ചതിന് ശേഷം ബെൻഡ് അടിച്ചെടുക്കുക. അതുപോലെ തന്നെ വിടുത്തും മുറിച്ച് എടുത്തതിന് ശേഷം എല്ലാ ഭാഗം ബെൻഡില്ലാതെ ആക്കിയെടുക്കണം. ആ ബെൻഡ് മാത്രമല്ല, കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. നിങ്ങൾക്ക് എത്ര മുറിക്കണം, എങ്ങനെയൊക്കെ മുറിക്കണം എന്നുള്ളത് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇപ്പോൾ സ്ക്വയർ റോഡെല്ലാം ബെൻഡ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ട്വിസ്റ്റ് തീർക്കുക എന്നുള്ളതാണ്. ഈ കാണുന്ന ഈ ഒരു ചരിവ് കാണുന്നില്ല, അത് തീർത്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടൂൾ നമ്മൾ പൊതുവെ എല്ലാ വെൽഡിംഗ് ഷോപ്പിലും ഉണ്ടാവും ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അതിന് ശേഷം വലത് ഭാഗത്തേക്കാണ് ട്വിസ്റ്റ് ഉള്ളതെങ്കിൽ ഇടത്തോട്ടേക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക, ഇടത്ത് ഭാഗത്തേക്കാണെന്നുള്ളതെങ്കിൽ വലത്തോട്ടേക്ക് തിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ട്വിസ്റ്റ് തീർക്കണം. അപ്പോൾ നമ്മൾ അച്ചുണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മാച്ചിങ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ ഒരു സ്ട്രൈറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം ഈ ഡെപ്ത് ഗേജിൽ 2.5 ഇഞ്ച് അളവ് എടുത്തിട്ട് അടിഭാഗത്തേക്കുള്ള ഭാഗമാണ് നമ്മൾ ആദ്യം തന്നെ വെൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ ട്രൈ സ്ക്വയർ ഉപയോഗിച്ച അകലം എല്ലാം കണക്കാക്കി ഡെപ്ത് ഗേജിൽ 2.5 ഇഞ്ച് അളവ് ടച്ച് ചെയ്തൊന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ ടച്ച് ചെയ്തിട്ട് വെച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെൽഡ് ചെയ്തെടുക്കുക. ഇതല്ലാതെ നമുക്ക് ടാപ്പ് വെച്ചിട്ടോ സ്കെയിൽ വെച്ചിട്ടോ ഒക്കെ അളക്കാൻ പറ്റും. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ മെഷർമെൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാകുമ്പോൾ നമുക്ക് 2 ഭാഗം ടച്ച് ആവുന്നുണ്ടോ എന്ന് മാത്രം ഒന്ന് നോക്കിയാൽ മതിയാവും. ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അനങ്ങാനൊന്നും പോകുന്നില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് പിന്നീട് ഓരോ പ്രാവശ്യം അളവ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ ക്രോസ് മുറിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട അളവിൽ നിന്ന് 2 mm കുറച്ചിട്ടാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്യാപ്പിൽ ഒരു സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രോങ്ങിൽ തന്നെ വെൽഡിങ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ കോർണർ ഇങ്ങനെ കോങ്കുത്ത് തീർക്കുന്നുണ്ട്. 2 കോർണർ ടു കോർണർ ഈ കാണുമ്പോൾ ടാപ്പ് കൊളുത്തിയിട്ട് അളന്ന് 2 ഒരുപോലെ ആക്കിയെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ മൂലയിൽ മുട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപോലെ ആക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ സ്ട്രോങ്ങിൽ വെൽഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇത് സ്ട്രോങ്ങിൽ ചെയ്തായിട്ട് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇതിൽ മാറ്റമൊന്നും വരില്ല. ഇതിൻ്റെ അകത്തുനിന്നാണ് എല്ലാ അളവും കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മൾ 2 കമ്പി തമ്മിലുള്ള അകലം സാധാരണ വെക്കൽ 2.25 ഇഞ്ചിൽ കുറയാത്തതും 2.5 ഇഞ്ചിൽ ഓവറായിട്ട് കവിഞ്ഞ് പോകാത്തതായ ഒരളവ് എടുത്തിട്ടാണ് ചെയ്യൽ. ഇപ്പോൾ 2.25 ഇഞ്ചിൽ കുറഞ്ഞ് വരുന്ന ഒരളവാണെങ്കിൽ ഒരു കമ്പി ഒഴിവാക്കിയിട്ടും 2.5 ഇഞ്ചിൽ കൂടിയ ഒരളവാണെങ്കിൽ ഒരു കമ്പി കൂട്ടിയിട്ടും നമ്മൾ ആ ഇടയ്ക്ക് കിട്ടുന്ന ആ ഒരളവാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കാൽക്കുലേറ്ററിൽ ആ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഇതിൻ്റെ വന്നിലുള്ള അളവെല്ലാം കാണിച്ചു തരാം. നമുക്ക് 14 കമ്പിയാണ് ഇവിടെ സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 15 ഭാഗമാക്കി എടുക്കുന്ന സമയത്ത് 6.52 എന്ന് പറയുന്ന ഗ്യാപ്പ് അളവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളൊരു അച്ചുണ്ടാക്കി എടുത്തതിന് ശേഷം ആ ഒരു അച്ച് വെച്ചിട്ടാണ് പിന്നീടുള്ള എല്ലാ വർക്കും നമ്മൾ ഗ്യാപ്പ് കറക്റ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കമ്പി ഇതുപോലെ വെച്ച് അടിച്ച് നല്ല ടൈറ്റിൽ തന്നെ ആക്കണം കേട്ടോ. അങ്ങനെ ആക്കിയതിന് ശേഷം പിന്നീട് അതിൻ്റെ മുകളിലേക്ക് ടച്ച് ചെയ്തിട്ട് ഓരോ കമ്പിയായിട്ട് വെൽഡ് ചെയ്ത് പോവുക. അങ്ങനെ ഒരു 4 വരെ ഒരു 5 പോകുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കൊന്ന് ടാപ്പ് വെച്ചിട്ട് അളന്ന് നോക്കാൻ നല്ലതായിരിക്കും. ചിലപ്പോൾ ഒരേമ്പോൾ നമുക്ക് ചിലപ്പോൾ ക്രോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ക്രോസ് തീർത്തിട്ട് തന്നെ ചെയ്ത് പോവുക. അപ്പോൾ കൂടുതൽ വരുന്ന സമയത്ത് അങ്ങനെ പ്രശ്നം വരാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ അത് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 ആയതിനു ശേഷം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 ഒരേ അളവ് തന്നെയാണ് ടച്ച് ചെയ്ത് പോയത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ കാല് സൈഡിലേക്കുള്ളത് വെൽഡ് ചെയ്യുന്ന സമയത്ത് 2ഉം ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നമുക്ക് 1-2 mm ആ ക്രോസ് വന്നു പോയാലും പ്രശ്നം വരാതെ തന്നെ നമുക്ക് കാലെല്ലാം തിരിച്ചും മറിച്ചു വിട്ട് കഴിഞ്ഞാലും ഒരേ അളവിൽ കിട്ടും. അപ്പോൾ അവസാന ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ തിരിച്ച് മറിച്ചു വിട്ടാൽ കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഞാൻ അവസാന ഭാഗത്തേക്ക് ശരിക്കും ഇത് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. എല്ലാ സംഭവം ഒറ്റ ഒരു ടൈപ്പിൽ ഒരു പ്രൊഡക്ഷനായി വന്ന പോലെ ഒരു കമ്പനിയിൽ നിന്ന് പ്രൊഡക്റ്റ് ഇറങ്ങിയ പോലെ തന്നെ ആയി കിട്ടും. അങ്ങനെ 2 ഭാഗത്തും ചെയ്ത് ഇത് അവസാനത്തെ ഈ ഒരു പീസും കൂടി അടിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാഗവും കറക്റ്റ് അളവിൽ തന്നെ ആയിട്ടുള്ള പീസ് കിട്ടി. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ സൈഡിലേക്കുള്ള കാല് മുറിച്ചെടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഈ ഒരു അളവ് എന്ന് പറയുന്നത് 2.5 ഇഞ്ച് നമ്മൾ ആ ഡെപ്ത് ഗേജിലെടുത്ത അതേ അളവ് തന്നെയാണ് ഈ ഒരു ഭാഗത്തും വെക്കേണ്ടത്. അപ്പോൾ അതും നമ്മൾ ഒറ്റ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് മെഷീനിൽ ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ കാലം മുറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് പോകുന്ന അളവ് എന്ന് പറയുന്നത് 5/8 ഇഞ്ചാണ്. അപ്പോൾ 2.5 ഇഞ്ചിൽ നിന്ന് 5/8 ഇഞ്ച് പോയി കഴിഞ്ഞാൽ 1.78 ഇഞ്ചാണ് നമുക്ക് ഈ ഗ്യാപ്പ് കിട്ടുക. അപ്പോൾ അങ്ങനെ 2 ഭാഗത്തേക്കും ഒരേ അളവ് എടുത്തിട്ട് എത്രയാണോ അളവ് വരുന്നത് ആ ഒരു അളവ് തന്നെ എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലാക്കിയിട്ട് നമ്മളിപ്പം ചെയ്യുന്നത് 5-ൻ്റെയും 6-ൻ്റെയും സെൻറ്ററിലാണ്. അങ്ങനെ സെൻറ്ററിലാക്കിയിട്ട് ട്രൈ സ്ക്വയർ വെച്ചതിന് ശേഷം ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടോട്ടൽ അളവ് എന്ന് പറയുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ നമുക്കിത് കാർപ്പൻറ്റേഴ്സ് തന്ന അളവ് എന്ന് പറയുന്നത് 18.25 ഇഞ്ച്.
അപ്പോൾ 18.25 ഇഞ്ചിൻ്റെ മുകളിൽ നമ്മൾ 2 5/8 വെച്ച് കയറ്റുന്ന സമയത്ത് 18.25 + 1.25 20 ഇഞ്ചാണ് നമ്മളെ അളവ് വരേണ്ടത്. അപ്പോൾ 20 ഇഞ്ച് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുത്ത അച്ചിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം നമ്മൾ വെൽഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ആ ഫിസർ മാത്രം ഒന്ന് തെറിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ബെൻഡ് അടിച്ച് വെച്ച പീസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ചെറിയൊരു ടാക്ക് ചെയ്ത് കൊടുക്കുക. 2 ഭാഗത്തേക്ക് ടാക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യൽ. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് സി ക്ലാമ്പ് വെച്ചിട്ടും അതുപോലെ തന്നെ അതിൻ്റെ കണക്കായി ഒരു ചെറിയൊരു ക്ലാമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെയ്യലുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് നീങ്ങാതിരിക്കാൻ വേണ്ടി സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് അളവിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഓരോ ക്രോസ് ആയിട്ട് എടുത്ത് വെച്ചിട്ട് വെൽഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് കാർപ്പൻറ്റേഴ്സ് തരുന്ന അളവ്. 50.25 ഇഞ്ച് എന്ന് പറയുന്നത് ഹൈറ്റും 18.25 ഇഞ്ച് എന്ന് പറയുന്ന ഈ ഒരു അളവ് അതിൻ്റെ വിടുത്തുമാണ് വരിക. അപ്പോൾ 50.25 ഇഞ്ചിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 1.25 ഇഞ്ച് കൂട്ടിയിട്ടാണ് മുറിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കൂട്ടിയിട്ട് മുറിക്കുന്ന സമയത്ത് 52 ഇഞ്ചിൽ മുറിക്കുക. അപ്പോൾ വിടുത്തിൽ കുറച്ചിട്ടാണ് മുറിക്കേണ്ടത്. അപ്പോൾ 18.25 എന്ന് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ 3.25 ഇഞ്ച് കുറച്ച് വെച്ചിട്ട് പുറത്തോട് പുറം 15 ഇഞ്ചാക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ 15 ഇഞ്ച് സെറ്റാക്കാൻ വേണ്ടി നമുക്ക് 14 ഇഞ്ച് മുറിച്ചാൽ മതിയാവും. നമ്മൾ ഈ ഹൈറ്റിൻ്റെ നമ്മൾ മുറിച്ചാൽ അതിൻ്റെ 2 എണ്ണത്തിൻ്റെ അളവ് 1/2 ഇഞ്ച് + 1/2 ഇഞ്ച് 1 ഇഞ്ച് കുറയുമല്ലോ. അപ്പോൾ 14 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്താൽ മതിയാവും. അതിൻ്റെ കൂടെ നമ്മൾ വെൽഡിങ്ങിൻ്റെ സ്ട്രോങ് കിട്ടാൻ വേണ്ടിയിട്ട് 14 ഇഞ്ചിൽ നിന്ന് ഒരു 2 mm കുറക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം കംപ്ലീറ്റ് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉള്ളളവെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ 1.78 എന്ന് പറയുന്ന ആ ഒരു ഗ്യാപ്പിൽ അടിഭാഗത്തും സൈഡ് ഭാഗത്തും എല്ലാം ഒരേ അളവാക്കിയിട്ട് തന്നെ കിട്ടും. അങ്ങനെ എല്ലാ ഭാഗവും വെൽഡ് ചെയ്തെടുക്കുക. ഈ കാല് തമ്മിലും അങ്ങനെ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഒരു 2 mm ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ വെൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഈ കാലിൻ്റെ പുറമേയുള്ള അകലം 1 mm 2 mm പുറത്തേക്ക് കൂടിപ്പോയാലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പരമാവധി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ 20 ഇഞ്ച് തന്നെ ആക്കി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് കൂടിപ്പോയാലൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ സെൻറ്ററിലേക്കുള്ള മരത്തിൻ്റെ ഹൈറ്റ് വിടുത്ത് വരുന്നത് ഒരു 2 ഇഞ്ചെങ്കിലും മിനിമം ഉണ്ടാവും. നമ്മൾ ഈ 5/8 സെറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആശാരിമാർ ഇത് കയറ്റുന്ന സമയത്ത് അവിടെ ഒരു മരത്തിൻ്റെ ഒരു ആപ്പിട്ടിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതലായിക്കഴിഞ്ഞാൽ അവർക്ക് കാറ്റാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ സ്പോട്ട് കട്ട് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് തിരിച്ച് വെച്ചിട്ട് സ്ട്രോങ്ങിൽ തന്നെ വെൽഡ് ചെയ്യുന്നുണ്ട്. ആ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു 2 mm ഗ്യാപ്പ് ഇട്ടത് കൊണ്ട് തന്നെ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാലും കമ്പിക്ക് ആ സ്ട്രോങ് ഒന്നും കുറയാതെ തന്നെ നല്ല സ്ട്രോങ് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഏകദേശം വെൽഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ഇനി ഗ്രൈൻഡ് ചെയ്തിട്ട് പെയിൻ്റ് അടിക്കുന്ന ഒരു ഭാഗം കൂടി ഉള്ളത്. ഞാൻ നേരത്തെ മാച്ചിങ് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ല, അതിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ചെയ്തത് എല്ലാ സംഭവം അട്ടിക്ക് വെച്ച് കഴിഞ്ഞാലും ഗ്യാപ്പൊക്കെ കറക്റ്റായിട്ടും കാലം കറക്റ്റായിട്ട് കിട്ടും. അതിപ്പോൾ നേരെ തിരിച്ച് നമ്മൾ ഇങ്ങനെ വെക്കുന്നതാണെങ്കിലും അങ്ങനെ തന്നെ കിട്ടും. അതുപോലെ തന്നെ നേരെ ഇത് ഉൾട്ട അടിമറിച്ചിട്ട് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാലും എല്ലാ ഭാഗവും ഒരുപോലെ കിട്ടും. അപ്പോൾ നമുക്ക് കാർപ്പൻറ്റേഴ്സിന് ഹോൾസ് അടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഒറ്റൊന്ന് മാർക്ക് ചെയ്താൽ തന്നെ എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ബാക്കി നമുക്ക് ഔട്ട് റോൾ കാണാം. ഗ്ലിസ് ചെയ്യുന്ന വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി തന്നെ തോന്നുന്നു. മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് പേഴ്സണലായിട്ട് മെസ്സേജ് ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.